ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സാൻഡ്ര എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സാൻഡ്ര, യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എനിക്ക് ജോലിയുമുണ്ട്. എൻ്റെ വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ് എൻ്റെ വിവാഹം നടത്തിയത്. പ്രേമിക്കാനോ അല്ലെങ്കിൽ കറങ്ങി നടക്കാനോ പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല എൻ്റെ വീട്ടിൽ. അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടുകൂടി തന്നെയാണ് എന്നെ വളർത്തിയത്. കുറച്ച് മോറൽ കാര്യങ്ങളൊക്കെ എന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റായ വഴികളിൽ കൂടി പോകരുതെന്ന് അന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കിട്ടുന്ന ഭർത്താവ് അയാൾ ആരാണെങ്കിലും അയാളോടൊത്ത് സന്തോഷം ജീവിക്കണമെന്നാണ് അമ്മ എപ്പോഴും പറയുക. അമ്മയുടെയും അച്ഛൻ്റേതും പ്രണയവിവാഹമൊന്നുമായിരുന്നില്ല. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമാണ്. അവർ രണ്ടുപേരും കൂടി ഇപ്പോഴും ഇണക്കിളികളെ പോലെയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. പ്രണയം വേണമെന്നൊന്നുമില്ല. ഭാര്യയും ഭർത്താവും നന്നായി സ്നേഹിച്ച് ജീവിക്കാനെന്ന് അമ്മയും അച്ഛനും എപ്പോഴും പറയും. അതിൻ്റെ ചുവട് പറ്റിയാണ് ഞാനും വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിൽ നല്ല ജോലിയുള്ള ചെക്കൻ്റെ ആലോചന വന്നത്. അവർക്കാണെങ്കിൽ സ്ത്രീധനം ഒന്നും വേണ്ട, ഒരു ഡിമാൻഡുമില്ല. പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അമ്മായിമ്മ വന്ന് വളരെ രസകരമായിട്ടും സന്തോഷമായിട്ടും എന്നോട് സംസാരിച്ചു. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ത്രീയെ അമ്മായിമ്മയായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ചെക്കൻ പക്ഷേ ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട്. മുഖശ്രീ ഉണ്ടെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിന് പിടിക്കുന്ന ഒരാളാണോയെന്ന് സംശയമുണ്ടായിരുന്നു. അമ്മയോട് ഷെയർ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ ചെക്കന്മാരുടെ വണ്ണത്തിലും പൊണ്ണത്തിലും ഒന്നല്ല കാര്യം, അവർക്ക് സ്നേഹമുണ്ടെന്നുള്ളതാണ്. ചെറുപ്പക്കാരിയും എന്നേക്കാൾ സുന്ദരിയും ഒക്കെ ആയൊരു അമ്മായിയമ്മ ഇത്രയും അടുത്ത് പെരുമാറുന്നു. നിനക്ക് ഇതിലും നല്ലൊരു ബന്ധം വരാനില്ല മോളെ, നീ അങ്ങ് സമ്മതിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. വിവാഹമൊക്കെ വളരെ കെങ്കേമമായി നടന്നു. അമ്മായിയമ്മയും ഭർത്താവും നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല. പക്ഷേ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹം വേറെ ഏതോ സ്ത്രീയെ ഇഷ്ടപ്പെട്ട് അവരുടെ കൂടെ താമസമാക്കിയതാണ്. അവർ എവിടെയാണെന്ന് അറിയില്ല. ട്രിവാൻഡ്രം ഭാഗത്ത് എവിടെയോ ആണെന്ന് കേട്ടുകേഴ്വിയുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു കണക്ഷനുമില്ല. അമ്മായിമ്മ പുറകെ ഒന്നും പോയില്ല. കഷ്ടപ്പെട്ട് മക്കളെ രണ്ടുപേരെയും വളർത്തി. ആ സമയത്ത് അവർക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നീട് മക്കൾ വലുതായി കഴിഞ്ഞ് മകൾക്കും മകനും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു പോകണ്ടെന്ന്. ആദ്യം മകളുടെ കല്യാണം നടത്തി. അവർ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. മകളെ വിദേശ രാജ്യത്ത് സെറ്റിലാകാൻ അനുവദിച്ച അമ്മായിമ്മ ഒരിക്കലും മകനെ അതിന് അനുവദിക്കില്ല. ഗൾഫിൽ പോയാൽ മതിയെന്നാണ് അമ്മായിമ്മയുടെ പ്ലാന്. ഒരിക്കലും എവിടെയെങ്കിലും പോയി സ്ഥിരമായി താമസിക്കുന്ന കൺട്രിയിൽ അങ്ങനെ പോകണ്ട. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ 1.5 വർഷം, 2 വർഷം, 1 വർഷം, അല്ലെങ്കിൽ വിചാരിക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് പോകാമല്ലോ. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ മകനെ വിടുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് ജോലിക്ക് പോയത്. പുള്ളി നല്ലൊരു ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. നല്ല ബിസിയുമാണ്. എപ്പോഴും വരാനൊന്നും പറ്റില്ല. 1 വർഷം കൂടിയിരിക്കുമ്പോൾ 1.5 വർഷം കൂടിയിരിക്കുമ്പോഴൊക്കെയാണ് പുള്ളി വരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരുന്നെങ്കിൽ വാന്ന്. പക്ഷേ കൂട്ടത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോകുമെന്ന് അറിയില്ല, ഭയങ്കര ബിസിയൊക്കെയാണ്, അവിടെ വന്നിട്ട് ബോറടിക്കുന്നതെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരില്ല, ഞാൻ നാട്ടിൽ നിന്നോളാം. നിങ്ങൾ 1 വർഷം, 1.5 വർഷം, അല്ലെങ്കിൽ 6 മാസമെങ്കിലും കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് താല്പര്യം. കാരണം എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ എനിക്കെപ്പോഴും ഒന്ന് കാണാമല്ലോ. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളൊന്നും പോയി സെറ്റിലാകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഫാമിലിയുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. എൻ്റെ തീരുമാനത്തെ അമ്മായിമ്മയും അഭിനന്ദിച്ചു. മോളെ, നീ ഇവിടെ നിന്നാൽ എനിക്കൊരു കൂട്ടാകും. നീ പിന്നെ വേണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിന്നാൽ എനിക്ക് പ്രശ്നമില്ല. തന്നെ താമസിക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല മോളെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടും ആ വീട്ടിലെ ജീവിതം സമാധാനപൂർണ്ണമായിരുന്നു. ഭർത്താവ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചുപോയി. എന്നോട് നല്ല സ്നേഹം തന്നെ. ഒരു രീതിയിലും ഇറിറ്റബിളായിട്ട് പെരുമാറുന്നൊരു ഹസ്ബൻഡല്ല എനിക്ക് കിട്ടിയത്. പക്ഷേ മറ്റു കാര്യങ്ങളിൽ കര കയറുമോ പച്ച പിടിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. വയറിന് ഇത്തിരി വണ്ണമുള്ളത് കൊണ്ട് എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ എനിക്ക് തോന്നി. അവിടെയും എത്തില്ല ഇവിടെയും എത്തില്ല എന്നുള്ള സ്ഥിതി. 2 മാസം കൊണ്ട് ഒന്നും പച്ച പിടിക്കില്ല. എല്ലാം കര കയറാൻ കുറച്ച് താമസമെടുക്കും. ഭർത്താവിനോട് എനിക്ക് സ്നേഹം തന്നെ. സ്നേഹമുള്ളിടത്ത് എല്ലാം പതുക്കെ ശരിയായി വരുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അല്ലെങ്കിലും ഇതൊക്കെ തുടക്കത്തിലെ പരാതി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നില്ല. വെയിറ്റ് ചെയ്യണം.
ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു അദ്ദേഹത്തിനോട് അങ്ങ് പോയാൽ മതിയായിരുന്നു, എങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ പോയിട്ട് ഭയങ്കര തിരക്കിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നാട്ടിൽ തന്നെ ജീവിക്കുന്നതാണ് നല്ലത്. വരട്ടെ എന്നൊക്കെ മനസ്സിനെ സമാധാനപ്പെടുത്തി ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. എൻ്റെ വീട്ടിലും പോകും, ഇവിടെയും നിൽക്കും. അമ്മായിമ്മയും എൻ്റെ കാര്യത്തിനെല്ലാം ഭയങ്കര ഉത്സാഹം. മോക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും കാണിക്കൂ, അതിൽ പരം ഒരാനന്ദം വേറെ ഉണ്ടോ മാഡം? മോളെ, ആഴ്ചയിൽ 2 ദിവസം നീ നിൻ്റെ വീട്ടിൽ പോയി നിൽക്കണം. അത് എന്നെ നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെ താമസിച്ചവളല്ലേ, ഒരു പ്രശ്നമില്ലെന്നേ എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ പറഞ്ഞു വിടും. അപ്പോൾ എനിക്ക് തോന്നിയത് ഇവരെക്കാൾ നല്ലൊരു അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മ ലോകത്ത് എവിടെയും കാണില്ല. ഞാനൊരു ഭാഗ്യവതിയാണ്. ഭർത്താവിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഇനി ലീവിന് വരുമ്പോൾ പറഞ്ഞ് പരിഹരിക്കാം. ഇടയ്ക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് സൂചിപ്പിച്ചു, അന്ന് വഞ്ചിക്കരക്കടത്തില്ലല്ലോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ടല്ലേ, ഒന്നാമത് ഈ കാര്യത്തിൽ ഞാൻ മണ്ടനാണ്, എനിക്ക് അനുഭവ സമ്പത്തൊന്നുമില്ല, എല്ലാ ലോകങ്ങളും ഞാൻ കണ്ടിട്ടേ ഇല്ല, ആദ്യമായി ആകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മോളെ, നീ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എന്നാലും നമ്മൾ തമ്മിൽ കുറച്ച് നാളം ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ നല്ലൊരു കോർഡിനേഷൻ വന്നേനെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇനി ഞാൻ വരുമ്പോൾ ഒരു 3 മാസത്തെ ലീവ് എടുത്ത് വരാം, നോക്കട്ടെ, എനിക്ക് വേറെ വിദേശ രാജ്യത്തേക്കൊക്കെ പോകാനുണ്ട്, കാര്യം എന്നെ കമ്പനി വിടുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, പക്ഷേ ക്യാഷ് ഇഷ്ടം പോലെ ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശ് വേണമെങ്കിൽ വീട്ടിൽ കൊടുക്കാം, അതിനേക്കാൾ കൂടുതൽ ക്യാഷ് ഹസ്ബൻഡ് എനിക്ക് അയച്ചു തരും, അമ്മായിമ്മയ്ക്കും അയച്ചു കൊടുക്കും, അവർക്ക് 2-3 വഴിക്ക് വരുമാനമുണ്ട്. ശരിക്കും എൻ്റെ അമ്മായിമ്മ ഒരു കോടീശ്വരിയാണ്, പക്ഷേ അതിൻ്റെ അഹന്തയൊന്നും പുള്ളിക്കാരിക്കില്ല. ഭർത്താവ് പോയി കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ആ വിഷയം എടുത്ത് പുറത്തിട്ടു, അമ്മയുടെ ഹസ്ബൻഡ് എന്തിനാണ് അമ്മ ഉപേക്ഷിച്ച് പോയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പെട്ടെന്ന് മുഖമൊന്ന് ഇരുണ്ടെന്നെ നോക്കി, അയ്യോ സോറി, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പറയണ്ടെന്ന്. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടി ശരിക്കും പറഞ്ഞാൽ അയാൾ സൗന്ദര്യം നോക്കി പോയതാണ്, ഞാനൊരു സുന്ദരിയാണെന്നായിരുന്നു എൻ്റെ ഒരു ഭാവം, പക്ഷേ എന്നേക്കാൾ സൗന്ദര്യമുള്ള എന്നേക്കാൾ ചെറിയൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അയാൾ പോയത്. നല്ല സമ്പത്തുള്ള മനുഷ്യനാണല്ലോ, അവൾ വല വീശി പിടിച്ചതാണ്. അമ്മയ്ക്ക് ഭയങ്കര ഷോക്കായി കാണുമില്ലേ? അങ്ങനെ ഷോക്കൊന്നും ആയില്ല. ആദ്യം ഇവരുടെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഒത്തിരി വഴക്കുണ്ടാക്കിയതാണ്. പുള്ളി അത് ഒരിക്കലും നിർത്തിയില്ല. എനിക്ക് മനസ്സിലായി എന്നെങ്കിലും ഇയാൾ പോകുമെന്ന്. അപ്പോൾ പിന്നെ മനസ്സുകൊണ്ട് ഞാനതങ്ങ് ഓക്കെയായിരുന്നു. പോയെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എങ്കിലും പണമൊക്കെ എനിക്ക് അത്യാവശ്യം തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ ജോലി ചെയ്യാനും കുട്ടികളെ വളർത്താനും ഒന്നും വലിയൊരു കുഴപ്പം എനിക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയോട് അമിതമായ ദേഷ്യത്തിൻ്റെ കാര്യമില്ല മോളെ, പോകുന്നവർ പോയിക്കോട്ടെ, അവരുടെ പുറകെയൊന്നും എനിക്ക് പോകാൻ വയ്യ. കുറെ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്ക് വേറൊരു കല്യാണം കഴിക്കാൻ തോന്നിയില്ലേ? എൻ്റെ അടി കല്യാണം കളവണോ ഒക്കെ പിന്നെയും ഇതുപോലെ സംഭവിക്കാനോ? കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആണുങ്ങളും അതാണോ പഞ്ഞം, അരി എറിഞ്ഞാൽ 1000 കാക്കാന്ന് പറഞ്ഞ പോലെ പുറത്തൊന്ന് നോക്കിയാൽ ഒന്ന് കണ്ണ് അങ്ങോട്ടൊന്ന് കാണിച്ചാൽ മതി, 100 ആണുങ്ങൾ ഓടി വരും. എൻ്റെ മുഖത്തെ ആകാംക്ഷ കണ്ടപ്പം അമ്മാവൻ പറഞ്ഞു, നീ പോർക്കുന്നുണ്ടാകും, തള്ള ഒരുങ്ങി കെട്ടിപ്പോകുന്നു, ഇഷ്ടംപോലെ കാമുകന്മാരെ കാണുമെന്നും. പോമേ, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. വിചാരിച്ചാൽ എനിക്കൊന്നുമില്ല. ആരുടെയും അഭിപ്രായത്തിന് വേണ്ടിയിട്ടല്ല മോളെ ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ ഇഷ്ടം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഞാൻ തലയാട്ടി. അപ്പം അമ്മായിമ്മ എന്നോട് ചോദിച്ചു, മോളെ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാമേ. എൻ്റെ മകൻ അവൻ എങ്ങനെയുണ്ട്? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ സ്വഭാവം, പെരുമാറ്റം, ഭർത്താവ് എന്നുള്ള നിലയിൽ അവൻ എങ്ങനെയുണ്ടെന്ന്? നല്ലതമ്മേ, നല്ല സ്നേഹമാണ്, എന്നോട് വലിയ കാര്യമാണ്. അതൊക്കെ അവൻ പണ്ടേ സ്നേഹമുള്ള ആളാണ്. ഞാൻ ചോദിക്കുന്നത് ഭർത്താവ് എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ നീ എങ്ങനെയാണ് നിൻ്റെ ഭർത്താവിനെ കുറിച്ച് അഭിപ്രായം സ്വരൂപിച്ചിരിക്കുന്നത്? അമ്മ എന്താ എങ്ങനെ സിനിമ TV റിപ്പോർട്ടേഴ്സൊക്കെ ചോദിക്കുന്നത്? അതല്ല എടി, പറ, അവൻ നല്ലൊരു ഭർത്താവാണോ? ഞാൻ പറഞ്ഞു, ആണ്. നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? അവനെ നിനക്ക് കാണണം തോന്നുന്നുണ്ടോ? ഗൾഫിൽ അവൻ്റെ കൂടെ പോയി താമസിക്കണം നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഭയങ്കര തിരക്കിൽ അവിടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിൽക്കുന്ന നല്ലതെന്ന്. മോളെ,
ഞാൻ ഒരു കാര്യം പറയാം. അവനെ വളർത്തിയത് ഞാനാണ്. അവനൊരു മന്ദ സ്വഭാവമാണ്. ജോലിയിലെ ഭയങ്കര ശുഷ്കാന്തിയാണ്. അത് വേണമെങ്കിൽ പെർഫെക്റ്റായിട്ട് ചെയ്യും. ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഇല്ലയോ എന്തോ ഒരു 5 പൈസയുടെ കുറവുണ്ട്. സ്നേഹമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ വെച്ചും നിന്നോട് ഈ അമിതമായ ഒരു സ്നേഹപ്രകടനമൊന്നും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പുതുമോടിക്ക് കാണിക്കില്ലേ? അതൊന്നും ഞാൻ കണ്ടിട്ടില്ലടി. ഞാൻ ഓർത്തു ഇവൻ നിന്നെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കൊഞ്ചലും കുഴലും ഒക്കെ ഇത്തിരി കൂടുതലായിരിക്കും. ഞാനത് കാണേണ്ടി വരുമല്ലോ എന്ന്. സത്യം പറഞ്ഞില്ലേ മോളെ, ഒന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്, ഇവൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്തോ ഇത്തിരി വശപ്പിശക്കുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു മോളേന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എടി, നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞു നീ ഭയങ്കര സുന്ദരിയാണ്, എനിക്ക് അവളെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഞാനും എല്ലാം റെഡിയാക്കി എടുത്തു. പക്ഷേ കല്യാണ സമയമൊക്കെ അടുത്തപ്പോഴേക്കും വല്ലാതെ നെർവസ് ആയിരുന്നു. എന്താണെന്ന് അറിയില്ല, ആകെ ഡൗൺ ആയ പോലെ. എന്തായാലും കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനേ ഒരു ചെറിയൊരു പ്രശ്നമുള്ളവർ എനിക്ക് തോന്നുന്നു. എന്ത് പ്രശ്നമാമേ? നിനക്ക് മനസ്സിലായില്ലേ? എങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവന് പ്രശ്നമൊന്നുമില്ലെന്നാണല്ലോ നീ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ദാമ്പത്യം വളരെ സംതൃപ്തകരമായിരിക്കാം. ഞാൻ ഓർത്തത് ശക്കാലം ഒരു റൊമാൻറ്റിക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തിരി സ്ലോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം എന്തായാലും കഥ പറഞ്ഞു വന്നപ്പം നീ പറഞ്ഞല്ലോ അവൻ സ്ലോ അല്ല, നല്ല സൂപ്പർ ഫാസ്റ്റ് ആണെന്ന്. ഓക്കെ, എനിക്ക് സമാധാനമായെന്ന്. ഞാനിപ്പം എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണല്ലോ അമ്മായിമ്മ പറഞ്ഞെന്നോർത്ത് ഒരു നിമിഷം ഗ്യാപ്പിട്ടിരുന്നു. അപ്പോൾ അമ്മായിമ്മ അതിൽ കയറി പിടിച്ചു. കണ്ടോ, നീ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അപ്പം അതിന് പിന്നിൽ എന്തോ ഉണ്ട്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എടി, പറയാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞെന്നെ കല്യാണം കഴിച്ചതാണ്. അവസാനം അങ്ങനെ പോയ പോക്ക് നോക്ക് എന്ന് പറഞ്ഞതുപോലെ നീ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. പക്ഷേ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ഭർത്താവെങ്കിൽ എന്തായിരിക്കും നിൻ്റെ മനസ്ഥിതി? ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിനെയും ഒരു പരിധി കഴിഞ്ഞ് ഞാൻ കുറ്റം പറയില്ല. കാര്യം അങ്ങേർക്ക് പുതുമ കൊടുക്കേണ്ട സമയത്ത് പുതുമ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പുതുമ എവിടെ നിന്ന് കൊണ്ടുവന്ന് എനിക്കറിയില്ല മോളെ. മറ്റൊരാളിലാണോ പുതുമ ഇരിക്കുന്നത്, അതോ നമ്മൾ തന്നെയാണോന്ന് ആർക്കറിയാമടി? ജീവിതം ശരിക്കുമില്ലേ ഒരു ദുരൂഹത നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ക്ലാരിറ്റി ആയിട്ട് ചോദിക്കുന്നത്. നീ എന്നെ ഒരു സുഹൃത്തായി കണ്ട് പറഞ്ഞാൽ മതി. എൻ്റെ മോനാണ് എതിർവശം നിൽക്കുന്നത് എന്നൊന്നും നീ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ 2 മാസം കൊണ്ട് നല്ലൊരടുപ്പം ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തിന് വയറിന് കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ടായിരിക്കാം എന്തോ എനിക്ക് ചില കുറവുകൾ ഫീൽ ചെയ്യുന്നു. അപ്പം അമ്മായിമ്മ എൻ്റെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു, എടി, ഞാൻ അവനോട് വർഷങ്ങളായിട്ട് പറയുന്നതാണ് വയറിൻ്റെ വണ്ണം കുറയ്ക്കണമെന്ന്. വയറിന് വണ്ണം ഉണ്ടെങ്കിൽ ആണുങ്ങൾക്ക് പല ബലഹീനതകൾ സംഭവിക്കും. ഒന്നാമത് എൻ്റെ മോളെ ചക്കച്ചുള എന്ന് പറഞ്ഞ് പെട്ടെന്ന് അമ്മായിയമ്മ നിർത്തി. എന്നിട്ട് എന്നെ നോക്കി നാക്കി കടിച്ചു. എന്താ അമ്മ പറയാൻ വന്നത്? അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ഇല്ലടി, ഞാൻ ഒന്നും പറയാൻ വന്നില്ല, വേറെന്തോ ഓർത്ത് ഞാൻ പറഞ്ഞതാണെന്ന്. അല്ലല്ല അമ്മ, ചക്കച്ചുളന്ന് എന്താ പറഞ്ഞത്? അല്ലടി, ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞാന്ന് പറഞ്ഞില്ലേ? അല്ല, അമ്മയല്ലേ പറഞ്ഞത് എല്ലാം തുറന്ന് പറയണമെന്ന്. സത്യം പറയാമേ, ചക്കച്ചുളയോട് അമ്മ എന്താ ഉപമിച്ചത്, ആരെ ഉപമിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ചക്കച്ചുളെന്നും ചക്കുരുന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മായിയമ്മ എൻ്റെ തള്ളവിരലിൽ പിടിച്ചു. എന്നിട്ട് അത് മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, പണ്ട് ഇങ്ങനെയൊക്കെയുള്ളു മോളെ. അതിൻ്റെ കൂട്ടത്തിൽ വണ്ണം കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കറിയില്ലേ കാര്യങ്ങൾ പ്രശ്നമാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നിയത് കറക്റ്റാണ്. ഒന്നും തികഞ്ഞു പറ്റില്ല, പാകമാകില്ല. ഇങ്ങേർ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പുരുഷനാണോന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. അമ്മായിമ്മയ്ക്ക് നേരത്തെ അറിയാം എന്നെ പിടിച്ച് ട്രാപ്പിലാക്കിയതാണോ എന്ന്. എനിക്ക് ആ സമയത്ത് ദേഷ്യമാണ് തോന്നിയത്. എൻ്റെ മുഖഭാവം കണ്ട് അമ്മായിമ്മ പെട്ടെന്ന് ചേർന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഓർക്കുന്നുണ്ടാകും ഞാനും കൂടെ ചേർന്ന് നിന്നെ പറ്റിച്ചെന്ന്. അങ്ങനെയല്ല മോളെ, അവന് കല്യാണം ആലോചിക്കുമ്പോൾ ഞാനെപ്പോഴും ആ പെൺകുട്ടിയുടെ സ്വഭാവവും അവളുടെ രീതിയും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഇപ്പോഴത്തെ കാലത്തെ 99% പെൺകുട്ടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും സ്വന്തം അഭിപ്രായമുണ്ട്. അതുമാത്രമല്ല, അവർക്ക് വിവാഹത്തിന് മുമ്പേ തന്നെ പല ബന്ധങ്ങളും കാണാം, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനൊരു സ്വഭാവമുള്ള പെൺകുട്ടി എൻ്റെ മകനെ കല്യാണം കഴിച്ചാൽ 2ാമത്തെ ദിവസം അവൾ ഇട്ടിട്ട് പോകും. എനിക്കത് ഉറപ്പാണ്. പക്ഷേ ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ വീട്ടുകാർ പറഞ്ഞത് അനുസരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഈ പെൺകുട്ടി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഒരു കണക്കിന് നോക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഞാനും കൂട്ടുനിന്നു. എൻ്റെ മകളുടെ ജീവിതം വേണ്ടേ മോളെ? എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ നിനക്ക് കിട്ടുന്ന
പ്രതീക്ഷകളെക്കാൾ കൂടുതൽ പ്രതീക്ഷകളൊന്നും ഇനി കിട്ടാനില്ല. ഇങ്ങനെ തന്നെയായിരിക്കും നിൻ്റെ ജീവിതം. നീ അതിൽ തന്നെ ഇഷ്ടപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അമ്മ എന്തിനാണ് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, ഞാനത് നിന്നോട് നേരത്തെ സംസാരിക്കാനിരുന്നതാണ്. പെണ്ണിനല്ലേ പെണ്ണിനെ മനസ്സിലാക്കിയുള്ളൂ. എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനോട് നിൽക്കില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഭർത്താവ് പോയത് ഒത്തിരി വലിയ ഒരടിയായിരുന്നു. കാര്യം പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നത് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ എൻ്റെ മകളുടെ കാര്യം ആലോചിക്കുമ്പോഴേക്കും എനിക്ക് സന്തോഷമുണ്ട്. കാര്യം അവനും അവൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരാളാണ്. പക്ഷേ എൻ്റെ മരുമകൾ മാത്രം പ്രതീക്ഷിച്ച ഒരു ഭർത്താവിനെ കിട്ടാത്തവളായി ജീവിക്കണമല്ലോ എന്നോർക്കുമ്പോൾ എനിക്കും സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? അമ്മേ, ആകെ കൺഫ്യൂഷനിലിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയ്ക്ക് അമ്മ തന്നെ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മകനും ഞാനും തമ്മിൽ ഡൈവേഴ്സ് ആകും. അത് അമ്മയ്ക്ക് അറിയില്ലേ? പിന്നെന്തിനാണ് അമ്മ ഇത് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, പറഞ്ഞു പോയതാ മോളെ. പറഞ്ഞു വന്നപ്പോൾ ഞാൻ നഗ്ന സത്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു. ഇപ്പം എൻ്റെ കാര്യം ഒരാൾ ചോദിച്ചാലും എനിക്ക് ഭർത്താവിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് പറഞ്ഞു പോകും മോളെ. എൻ്റേത് അങ്ങനൊരു വായാണ്, നാക്കാണ്. എന്തായാലും മോൾക്ക് അത് വളരെ വിഷമകരമായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മോളുടെ ഒരു സ്വഭാവം അനുസരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞ അമ്മ, എനിക്ക് കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനല്ലേ, അത് സാരമില്ല. കാര്യം അടുത്തൊരു കാര്യം അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ മോളെ നമുക്ക് ഒരു പ്രശ്നം. ഒന്നറിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒന്നിൽ കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഒന്നിൽ കൂടുതൽ മോൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? സത്യം പറയടി, നീ ഒന്നിൽ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല അമ്മേ. അപ്പം പ്രശ്നമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ ഊഞ്ഞാലിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. അവിടെയോ ഇവിടെയോ അക്കരെയോ ഇക്കരെയോ എന്ന് പറഞ്ഞ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. മോളെ, നീ സ്ട്രിക്റ്റായിട്ട് പറയണം, വേറൊക്കെ കുറിച്ച് നല്ല ഫിറ്റായിട്ട് വേണം ഇങ്ങോട്ട് വരാമെന്ന് കേട്ടോ എന്ന് പറഞ്ഞ് ആ സംഭാഷണം അമ്മായിമ്മ ധൃതിയിൽ അവസാനിപ്പിച്ചു. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേരത്തെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന രീതിയിൽ ആയി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഹസ്ബൻഡിനോട് ഞാൻ നല്ല ഉപദേശങ്ങൾ കൊടുത്തു, എല്ലാം റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അവസാനം തുറന്നു പറയുകയും ചെയ്തു. അത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് വിഷമമായെങ്കിലും മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സിൽ പിന്നെയും കൺഫ്യൂഷനായിരുന്നു. തുള്ളി വെള്ളം കുടിച്ചുകൊണ്ട് എത്ര ദൂരം മരുഭൂമിയിൽ കൂടെ മുന്നോട്ട് പോകാനാ? ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച അമ്മാമ്മയോട് ചോദിച്ചുകൂടി, നാളെ ശനിയല്ലേ, നീ ശനി ഞായർ നിൻ്റെ വീട്ടിൽ പോകുന്നില്ലേ? പോണമ്മേ, ഞാൻ മറന്നിരിക്കായിരുന്നു. പോ. പിന്നെ ദേ വലിയൊരു കാച്ചിലും ഒരു ചേനയും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്ന് വിളവെടുത്താണ്. നിൻ്റെ അമ്മയ്ക്കത് കൊണ്ട് കൊടുക്ക്. കാച്ചിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നീ പോകുമ്പോൾ സ്കൂട്ടി വെച്ച് കൊണ്ടുപോകണേ മോളെ എന്ന് പറഞ്ഞു. കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വീട്ടിലങ്ങ് പോയി. പക്ഷേ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായതും അതെല്ലാം ഞാൻ മറന്നെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അയ്യോ, എൻ്റെ അമ്മായിമ്മ കാച്ചിൽ അമ്മയ്ക്ക് തന്നു വിടാമെന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയെന്ന്. അമ്മ പറഞ്ഞു, എടി നീ തേരപ്പാര സ്കൂട്ടറും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, നിനക്ക് എത്ര മറവി, പോയി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞു. അമ്മയെ വയ്യ, എടി പോയി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് അമ്മ എന്നോട് വഴക്കുണ്ടാക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തായാലും 10-15 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ, പോയി എടുത്തോണ്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ വന്നു മാഡം. അപ്പോൾ ഒരു 7:30 കാണും. ഞാൻ റോഡ് വന്നപ്പോഴില്ലേ മാഡം, അവിടെ ഗേറ്റിൻ്റെ അവിടെ ഒരു ബുള്ളറ്റ് പാർക്ക് ചെയ്തിരിക്കുന്നു. അകത്തോട്ട് എനിക്ക് സ്കൂട്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് വെച്ചു, ആരെങ്കിലും ബന്ധുക്കൾ വന്നായിരിക്കും എന്ന് വിചാരിച്ച് പാതി തുറന്ന ഗേറ്റിൽ കൂടെ ഞാൻ നടന്ന് സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു ഷൂസ് അഴിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. പക്ഷേ കതകൊന്നും തുറന്നിട്ടിരിക്കുകയല്ല, അടച്ചിട്ടിരിക്കുകയാണ്. അമ്മായിമ്മ സാധാരണ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതല്ല. എനിക്ക് എന്തോ ഒരു ഡൗട്ട്. പണ്ടത്തെ അവരുടെ കഥകൾ കേട്ടൊരു ഡൗട്ടുണ്ടല്ലോ. ഞാനാണെങ്കിൽ സിറ്റ് ഔട്ട് നിന്നുകൊണ്ട് പെട്ടെന്ന് സ്വീകരണമുറിലേക്ക് നോക്കി. അവിടെ സോഫയിൽ ആരോടൊത്ത് ചേർന്ന് അമ്മായിമ്മ ഇരിക്കുന്നു. എനിക്ക് ശരിക്കും ക്ലിയർ ആകുന്നില്ല. ഞാൻ ഒരു വശത്തേക്ക് മാറി നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞപ്പോഴേ എൻ്റെ പൊന്നു മാഡം, ഞാൻ കണ്ടത് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഒരുത്തൻ നല്ല സുമുഖനായ ഒരാൾ, ഒരു 40 വയസ്സ് കാണും. അയാളാണെങ്കിൽ അമ്മായിമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് എന്തൊക്കെയോ തമാശ പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. അങ്ങയുടെ കൈകൾ പോപ്പോ ആണ്. അമ്മായിമ്മ രസിക്കുന്നു, അവരും പരതുന്നു. ഞാൻ ആ കാഴ്ച കണ്ട് ഉറഞ്ഞ് നിന്നുപോയി. പെട്ടെന്ന് അയാൾ എന്തോ പറയുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നില്ല. അകത്തേക്ക് പോകാമെന്നായിരിക്കാം. പക്ഷെ അമ്മായിമ്മ പറയുന്നുണ്ട്, പറ്റില്ല എന്ന്. തലയുടെ അനക്ക് കാണുമ്പോൾ എനിക്കറിയാം
പെട്ടെന്ന് തന്നെ അവർക്ക് വ്യഗ്രതയായിരുന്നു. എന്തോ കാണാൻ, എന്തോ തിരയുന്നത് എന്താണെന്നും കണ്ടതെന്താണെന്നും മാഡത്തിന് പറയാതെ തന്നെ അറിയാമല്ലോ. അവർ ആ ഒരു വെട്ടത്തിൽ തന്നെ അത്രയും ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ തന്നെ എനിക്കാകെ ഒരു വെപ്രാളം തോന്നി. ഞാൻ നോക്കിയപ്പോൾ അമ്മായിയമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് അസസ് ചെയ്യാനുള്ള ഒരു പ്രവർത്തന മണ്ഡലമാണതെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരിക്ക് ആദ്യം എല്ലാം ഒന്ന് മനസ്സിലാക്കണം. എന്തായാലും ആദ്യമായി കാണുന്ന, ആദ്യമായി വന്ന ആരോ ആണ്. പക്ഷേ എല്ലാത്തിൻ്റെ അവസാനം അമ്മായിമ്മയ്ക്ക് വലിയ തൃപ്തി ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അമ്മായിമ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു. അയാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് നോക്കി അകത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമ്മ അയാളെ അവിടെ പിടിച്ചിരുത്തുന്നു. നിൽക്ക് എന്ന് പറഞ്ഞ് പ്രാഥമികമായ ഒരു അസസ്മെൻറ്റിൽ അയാൾ പരാജയപ്പെട്ട് കാണുമോ? എനിക്കൊരു സംശയം തോന്നി. 10 മിനിറ്റിലേറെയായി, എന്നിട്ടും പ്രവർത്തന വികസനങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി അമ്മായിമ്മയ്ക്ക് എന്തോ അനിഷ്ടമുണ്ട്. ടെസ്റ്റിൽ അയാൾ പാസ്സായില്ലെന്ന്. പെട്ടെന്ന് ഞാൻ കോളിംഗ് ബെൽ അമർത്തി. അപ്പോഴേക്കും അമ്മായിമ്മ യഥാസ്ഥാനത്ത് നല്ല കുട്ടിയായിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും പെട്ടെന്ന് അമ്മ കതക് തുറന്നു. എന്നെ കണ്ടപ്പോഴേ ആകെ ഞെട്ടി. എന്താ മോളെന്നും, അമ്മയെ ഞാൻ കാച്ചിലെടുക്കാൻ മറന്നു, അമ്മ ഇത് അടുക്കളയല്ലേ വെച്ചിരിക്കുന്നതെന്ന്. ആ മോളെ ആണ്, ദേ ഇത് നമ്മുടെ ഒരു ബന്ധക്കാരനാണ് കേട്ടോ, എൻ്റെ അമ്മായിയുടെ കൊച്ചുമോനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അയാളെ പരിചയപ്പെടുത്തി. ഒരു പേര് പറഞ്ഞു. പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ആ എങ്കിൽ ഞാൻ പോട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. ആ പോട്ടെ, അമ്മായിയൊക്കെ തിരക്കായിട്ട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് അമ്മ ടാറ്റ കൊടുത്തു. അയാൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. നീ എന്തിനാടി കാച്ചിലിന് വേണ്ടി രാത്രി വന്നത്? അത് വല്ലാത്തൊരു യാത്രയായിപ്പോയല്ലോ എന്ന് പറഞ്ഞു. സാരമില്ലമ്മേ, പക്ഷേ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? എന്താ കാച്ചിൽ കൃഷിയാണോന്ന്? ഞാൻ പറഞ്ഞല്ല, അമ്മയുടെ കൃഷി. എന്താടി നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ വന്നിട്ട് 10-15 മിനിറ്റായി. ഞാൻ പുറത്തു നിന്ന് ജനലിൽ കൂടി സ്വീകരണ മുറിയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. സ്വീകരണ മുറിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. ഇതാരാണ്? അമ്മായിയുടെ കൊച്ചുമോനാണോ അതോ ആരുടെ വലിയ മോനാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മായിമ്മ ആകെ ചമ്മിച്ചൂളി. അത് പിന്നെ മോളെ, അയാൾ എൻ്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ടാ. അമ്പടി കള്ളത്തി. അങ്ങേര് എത്ര വട്ടം വന്നിട്ടുണ്ട്? ഇല്ലടി, ആദ്യമായിട്ട് വന്നതാ. ദേ ഈ ടൗണിൽ തന്നെ താമസം. ഞങ്ങൾ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ വന്നത് അമ്മയ്ക്ക് തടസ്സമായി കാണും. ഏയ്, ഇന്ന് തടസ്സമില്ല. കാര്യം എങ്ങനെ അങ്ങനെ ഒഴിവാക്കുന്നു വിചാരിച്ചായിരിക്കായിരുന്നു. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മയൊന്ന് പിച്ചി. നിന്റെ പ്രശ്നം തന്നെ അയാൾക്ക് പ്രശ്നം. ഞാൻ മോളെ ആകെ കൂടി ഒന്ന് പരതി. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഈ പൂമുട്ടൊക്കെ വെച്ച് അമ്മ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ കാര്യങ്ങൾ തകൃതിയായിട്ടൂടെ പണ്ടേ നടക്കുന്നുണ്ട്. ചുമ്മാതല്ല എന്നെ വീട്ടിലേക്ക് എപ്പോഴും പറഞ്ഞു വിടുന്നത്. അപ്പം അമ്മ പറഞ്ഞു, എന്ത് ചെയ്യാനടി, ഞാനൊരു പെണ്ണല്ലേ, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. ആർക്കും കാണില്ലേടി ചില മോഹങ്ങൾ, മധുരപ്രതികാരങ്ങൾ. അത് കഴിഞ്ഞതിൽ പിന്നെ മാക്സിമം ഞാൻ ഒറ്റയ്ക്കുണ്ടെങ്കിൽ എൻ്റെ മോളെ വിരുന്നിന് ഒരാൾ വരും. എല്ലായ്പ്പോഴും സക്സസ് ആകണമെന്നില്ല, പക്ഷേ എനിക്ക് സക്സസ് ആയ ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ അമ്മ ഓക്കെയാണ്. എന്നിട്ട് എൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വല്ലാതെ അമ്മ മാനസിക പ്രയാസത്തിലാഴ്ത്തി. അപ്പം അമ്മ പറഞ്ഞു, എന്തായാലും നീ കണ്ടുപിടിച്ചല്ലോ, നീ എൻ്റെ മകനോടൊക്കെ പറയും നമ്മൾ തമ്മിൽ തെറ്റാനും പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ മോൾക്കും ഗുണമുണ്ടാകും. നീ എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ നീ ഒരു റിസ്ക് എടുക്കണ്ട. അവൻ വരുമ്പോൾ വന്നോട്ടെ. അതുവരെ മോള് ആനന്ദസാഗരത്തിൽ ആറാടാൻ അമ്മ തന്നെ മോൾക്ക് കൂട്ടുനിൽക്കും. ഇനി നിനക്ക് വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടേണ്ടി വരില്ല. ഇവിടെ തന്നെയായിരിക്കും നിന്റെ താണ്ഡവം. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയമ്മേ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അമ്മ നേരത്തെ ടെസ്റ്റ് ചെയ്ത നല്ല ISI മുദ്രയുള്ള മുദ്രണങ്ങൾ നിന്നെ കാത്തിരിപ്പുണ്ട്. മോൾക്ക് ജസ്റ്റ് യെസ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഡീൽ സമ്മതിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്തായാലും പിറ്റേ ദിവസം മുതൽ അമ്മായിമ്മ നേരത്തെ കണ്ടു പരിചയിച്ച് ISI മുദ്രണം ചാർത്തിക്കൊടുത്ത പല മാന്യന്മാരും അവിടേക്ക് വന്നു. അപ്പോഴെല്ലാം ഞാൻ ശയ്യാതൽപ്പത്തിൽ മനോഹരിയായി കുണുങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കും അന്ന് മേളം മുഴങ്ങി
താളമേളം. ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സ്വപ്നം കണ്ടത് എപ്പോഴും ആദ്യം ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് ഏത് കാട്ടുകൊമ്പനും മേഞ്ഞു നടക്കാം എന്നുള്ള സ്ഥിതിയിലായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി എൻ്റെ ഹസ്ബൻഡിനോട് ചെയ്യുന്നത് ദ്രോഹമാണെന്നറിയാമെങ്കിലും ഇത് ഞങ്ങൾക്ക് ഒരിക്കലും നിർത്താൻ പറ്റുമെന്ന് തോന്നില്ല. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് ഒരിക്കലൊന്ന് വന്നു, 3 മാസമൊന്നും വന്നില്ല, 15 ദിവസത്തെ എമർജൻസി ലീവിൽ. അപ്പോഴും എനിക്ക് കുളത്തിൽ കല്ലിട്ടതുപോലെയായിരുന്നു. സാരമില്ല, ജീവിതമല്ലേ, അഡ്ജസ്റ്റ് ചെയ്യൂ, എല്ലാം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ ഇവിടെ ഓണത്തിന് തിരുവാതിര കളി തന്നെ നടത്തി. എന്തായാലും ഈ മെയിലിൽ ഇത്രയും മാത്രമേ ഉള്ളത്, ഞാൻ വായിച്ചു.